ഇന്ന് വളരെ വിശ്വാസികൾക്ക് വളരെ വേദനയുള്ള ദിനമാണ്. പക്ഷെ വേദനയുണ്ടെങ്കിലും മനുഷ്യനന്മയ്ക്ക് വേണ്ടി കാൽവരിയിൽ കുരിശുമരണം പ്രാപിച്ചവന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് സങ്കടത്തെക്കാളേറെ ലോക നന്മയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കാൻ ഒരു മനുഷ്യനുണ്ടെന്ന പ്രതീക്ഷയുടെ ദിനം കൂടിയാണ് ഈ ദുഃഖവെള്ളി. ഞാൻ വായിക്കുകയായിരുന്നു ഒരു പിതാവ് എഴുതിയ ഒരു ലേഖനം. ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പീഡനം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം ഇരകൾക്കൊപ്പം നിലയുറപ്പിക്കുന്നതിന്റെ പേരാണ്. നിങ്ങൾക്ക് വേണ്ടി ദാ ഞാൻ ഈ പീഡനം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ത്യാഗിയുടെ പേരാണ് ക്രൈസ്തവൻ എന്നുള്ളത്. ലോകമെമ്പാടും പീഡിതരായ മനുഷ്യർ, അശരണരായ മനുഷ്യർ പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു നമ്മളുടെ മുന്നിൽ ഒരു പ്രതീക്ഷയായി നിൽക്കുന്നു. അതുകൊണ്ട് ആ പിതാവ് പറയുന്നു, ക്രൈസ്തവർ നിങ്ങൾ ആരുടെ ക്രൈസ്തവനാണ് എന്നതാണ് ചോദ്യം. നിങ്ങൾ ലോകത്തിലെ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ ക്രൈസ്തവരാണ്. നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ മനുഷ്യന്റെയും ക്രിസ്തുവാണ് നിങ്ങൾ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്ഷമ ചോദിക്കാതെ ക്ഷമ പറയുക എന്നതിനേക്കാൾ വലിയ മാനവികതയും ദൈവികതയും ഇല്ല എന്നതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. കുരിശുമരണം ഏറ്റെടുക്കുന്ന സമയത്ത് പറയുന്നത്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ എന്നാണ് ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്ഷമ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ക്ഷമിക്കുക. നിങ്ങളെ ആക്ഷേപിക്കുന്നവരെ, നിങ്ങളെ പരിഹസിക്കുന്നവരെ, നിങ്ങളെ കുരിശിലേറ്റുന്നവരെ നിങ്ങൾ ക്ഷമ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും വലിയ മഹത്തരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, നമ്മുടെ ഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുക എന്നതിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങൾ അഹിംസാവാദിയാകുന്നു. ഗാന്ധി പറഞ്ഞ അഹിംസാവാദിയുടെ പേരാണ്